+1 fluid mechanics, hydrostatics, hydrodynamics. ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ പ്ലേലിസ്റ്റിലുണ്ട്. തിയറി പാർട്ടൊക്കെ നോക്കി പഠിക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് വൺ, വിച്ച് ഈസ് കറക്റ്റ്? എ, സ്റ്റാറ്റിക് pressure is greater than dynamic pressure in a fluid. B, static pressure is less than dynamic pressure. C, the two are equal. സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലൂയിഡ്, ഫോർ എക്സാമ്പിൾ ലിക്വിഡ് അല്ലെ ഗ്യാസ്, ഇത് ഒഴുകാതിരിക്കുമ്പോൾ, സ്റ്റാറ്റിക്കായിട്ട് അറ്റ് റെസ്റ്റിലിരിക്കുമ്പോൾ ഇതിനകത്ത് ഇത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറായി സ്റ്റാറ്റിക് പ്രഷർ. ഡൈനാമിക് പ്രഷർ എന്ന് പറയുമ്പോൾ ഇത് ഫ്ലോ ചെയ്യുമ്പോൾ ഉള്ള പ്രഷർ. ഇതിലേതാ വലുത്? രണ്ടും ഈക്വലാണോ? ഇതാ ചോദ്യം. നമുക്കറിയാം ബെർണോളിസ് തിയറം ആണ് ഇവിടെ മനസ്സിൽ വരേണ്ടത്. ബെർണോളിസ് തിയറം അനുസരിച്ച് ഫ്ലോ ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഉണ്ട്, പ്രഷർ എനർജി ഉണ്ട്. ആ പ്രഷർ എനർജി എന്ന് പറഞ്ഞാൽ പ്രഷർ തന്നെയാണ്. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. തൽക്കാലം പൊട്ടൻഷ്യൽ എനർജി മാറ്റി നിർത്തുക. അപ്പോൾ ഈ മൂന്ന് എനർജിയുടെയും കൂടെ സമ്മ ഒരു കോൺസ്റ്റൻറ്റ്. ഇതാണല്ലോ ബെർണോളിസ് തിയറം. അപ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പ്രഷർ എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ്. പൊട്ടൻഷ്യൽ എനർജി തൽക്കാലം അവോയ്ഡ് ചെയ്യേ. പിന്നെ നമുക്ക് കിട്ടുന്ന കൈനറ്റിക് എനർജി പ്ലസ് പ്രഷർ എനർജി ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന്. അപ്പോൾ കൈനറ്റിക് എനർജി ഉണ്ടെങ്കിൽ ഫ്ലോ ചെയ്യുമ്പം കൈനറ്റിക് എനർജി ഉണ്ട്, അതിൻ്റെയും പ്രഷർ എനർജിയുടെയും കൂടെ സം ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി കൂടുമ്പം പ്രഷർ കുറയും. സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി സീറോയാണ്. അപ്പോൾ പ്രഷർ അപ്പോഴത്തെ പ്രഷറാണ് സ്റ്റാറ്റിക് പ്രഷർ. അപ്പോൾ അത് കൂടി നിൽക്കും. ഡൈനാമിക് പ്രഷർ എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി ഉണ്ട്, അതും പ്ലസ് പ്രഷർ ഇസ് എ കോൺസ്റ്റൻ്റ് എന്നാണ്. അപ്പോൾ കൈനറ്റിക് എനർജിയും കൂടെ അവിടെ കയറി വരുന്നുണ്ട്, അത് ഒഴിച്ച് പ്രഷർ എനർജി. അപ്പോൾ കോൺസ്റ്റൻറ്റ് മൈനസ് കൈനറ്റിക് എനർജി എന്ന് വരും. അപ്പോൾ ഡൈനാമിക് പ്രഷർ എപ്പോഴും കുറവായിരിക്കും സ്റ്റാറ്റിക് പ്രഷറിനേക്കാൾ. അപ്പോൾ ഇപ്പോഴത്തെ ആൻസർ എ. സ്റ്റാറ്റിക് പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ഡൈനാമിക് പ്രഷർ. അടുത്ത ചോദ്യം, പാസ്കൽസ് ലോ സേസ് ദാറ്റ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് an externally applied force is transmitted uniformly in all directions at a speed dash. ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാസ്കൽസ് ലോ അനുസരിച്ച് ഒരു ഫ്ലൂയിഡ്, ലിക്വിഡോ ഗ്യാസിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ, പ്രഷർ അപ്ലൈ ചെയ്താൽ ഇത് മറ്റു ഭാഗത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആ ഫ്ലൂയിഡിൽ സൗണ്ടിൻ്റെ വെലോസിറ്റി എത്രയാണോ ആ വെലോസിറ്റിയിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ടിൻ്റെ വെലോസിറ്റി ആ ഫ്ലൂയിഡിൽ എത്രയാണോ ആ സ്പീഡിലാണ് ഈ പ്രഷർ അല്ലെ എക്സ്റ്റേണലി അപ്ലൈഡ് ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ് എ സ്പീഡ് ഡാഷ് ഇപ്പോൾ ഫില്ല് ചെയ്യേണ്ടത് ഈക്വൽ ടു ദി സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ദി ഫ്ലൂയിഡ്. ഇനി നമുക്ക് ചില ഫിഗർ കണ്ടുകൊണ്ട് വേണം. ഇവിടെ ഇപ്പോൾ രണ്ട് ടാങ്കുകൾ കാണിച്ചിട്ടുണ്ട്. ടാങ്ക് 1, ടാങ്ക് 2. ഇത് രണ്ടും കൂടെ ഒരു പൈപ്പ് കൊണ്ട്, AB എന്ന് പറയുന്നൊരു പൈപ്പ് കൊണ്ട് കണക്ട് ചെയ്തിരിക്കുക. തീർച്ചയായിട്ടും എയിലെ പ്രഷർ കൂടുതലാണ്, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ PA. കാരണം അതിന് മുകളിൽ ലിക്വിഡിൻ്റെ ഹൈറ്റ് കൂടുതലാണ്, ബിക്ക് മുകളിൽ ലിക്വിഡ് ഹൈറ്റ് കുറവാണ്. അപ്പോൾ HρG അത് എയിൽ കൂടുതലാണ്. അപ്പോൾ PA ഈസ് ഗ്രേറ്റർ ദാൻ PB. ബട്ട് ദർ ഈസ് നോ ഫ്ലോ ഓഫ് ലിക്വിഡ് ത്രൂ ദി പൈപ്പ് AB. Give the reason using Bernoulli's theorem.
ഇതാണ് പ്രശ്നം. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി നമുക്ക് വിടാം. പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ് അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം. എയിലെ പൊട്ടൻഷ്യൽ എനർജി നോക്കി, അത് നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം. അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി അങ്ങ് 0 എന്ന് എടുക്കാം, താഴത്തെ ലെവലല്ലേ, ബി എച്ച് ഹൈറ്റിലാണ്. അപ്പോൾ എയിലെ പൊട്ടൻഷ്യൽ എനർജി 0. അവിടുത്തെ പ്രഷർ എനർജി എന്ന് പറഞ്ഞാൽ പ്രഷർ തന്നെ പെർ യൂണിറ്റ് വോളിയമാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അറ്റ് എ എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 പ്ലസ് പ്രഷർ എനർജി എന്ന് പറഞ്ഞാൽ എയിലെ പ്രഷറാണ്, പി എ എന്നിരിക്കട്ടെ, ഈക്വൽസ് ബിയിലെ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് ഹൈറ്റിലാണ് എയിൽ നിന്നും. അത് യൂണിറ്റ് വോളിയം എടുക്കുമ്പോൾ മാസ് എന്ന് പറഞ്ഞ ഡെൻസിറ്റി എടുക്കണം, റോ, മാസ് പെർ യൂണിറ്റ് വോളിയം ആ ഡെൻസിറ്റി. അപ്പോൾ എം ജി എച്ച് എന്നുള്ളത് റോ ജി എച്ച് എന്നാവും, പ്ലസ് പി ബി, പ്രഷർ അറ്റ് ബി. ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് പി ബി കൊണ്ടുവന്ന് പി എ മൈനസ് പി ബി ഈക്വൽസ് റോ ജി എച്ച്. പി എ മൈനസ് പി ബി എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് എ ഡിഫറൻസ് ഇൻ പ്രഷർ അറ്റ് എ ഓവർ ബി. എയിലെ പ്രഷർ അധികമായിട്ടുള്ള പ്രഷറാണ്, അത് നമ്മൾക്ക് പ്രഷർ ഹെഡ് എന്ന് വിളിക്കാം. പി എ കൂടുതലാണ്. അപ്പോൾ ഈ പി എ മൈനസ് പി ബി എന്ന് പറയുന്ന ദിസ് പ്രഷർ വിൽ ഡ്രൈവ് ദി ലിക്വിഡ് ഫ്രം എ ടു ബി. പ്രഷർ കൂടിയെടുത്തൊന്ന് പ്രഷർ കുറഞ്ഞോട്ടോട്ടല്ലേ ലിക്വിഡിനെ ഡ്രൈവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ പി എ മൈനസ് പി ബി എന്ന് പറയുന്ന പ്രഷർ ലിക്വിഡിനെ എയിൽ നിന്നും ബിയിലേക്ക് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കും. റോ ജി എച്ച് അത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി കൂടിയെടുത്തൊന്ന് കുറഞ്ഞെടുത്തോട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഈ റോ ജി എച്ച് എന്ന് പറയുന്നത് ലിക്വിഡിനെ ബിയിൽ നിന്ന് എയിലേക്ക് ഡ്രൈവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും ഈക്വലാണ്. ദാറ്റ് മീൻസ് നോക്കി, പി എ മൈനസ് പി ബി ഡ്രൈവ്സ് ദി ലിക്വിഡ്സ് ഫ്രം എ ടു ബി. റോ ജി എച്ച് ഡ്രൈവ്സ് ഫ്രം ബി ടു എ. ദീസ് ടു ബാലൻസ് ഈച്ച് അതർ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുക്ക് നടത്തില്ല. പി എ മൈനസ് പി ബിക്ക് ഇത് പ്രഷർ ഹെഡ് എന്ന് പറയും, റോ ജി എച്ചിന് ഗ്രാവിറ്റേഷണൽ ഹെഡ് എന്ന് പറയും. അത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. സോ ദേ ബാലൻസ് ഈച്ച് അതർ ആൻഡ് ദർ ഈസ് നോ ഫ്ലോ. അടുത്തത്, ഇവിടെ രണ്ട് ടാങ്ക് കാണിച്ചിട്ടുണ്ട്. ടാങ്ക് 1, ടാങ്ക് 2, 3 ചോയ്സ് പറയുന്നുണ്ട്. ടാങ്ക് 1 ഔട്ട്ലെറ്റ് ഒന്നുമില്ല, പക്ഷേ ടാങ്ക് 2 താഴെ ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ഹോള് ഓ. അതിൽ കൂടെ വെള്ളം പുറത്തോട്ട് ഒരു ജെറ്റായിട്ട് വരുന്നുണ്ട്. ഇവിടെ ചോയ്സ് പറഞ്ഞിരിക്കുന്നത് എയും ബിയും ഒരേ ലെവലിലുള്ള 2 പോയിൻറ്റ്സാണ് ആ ടാങ്കുകളിൽ. ഇപ്പോൾ പി എ ഈക്വൽസ് പി ബി, രണ്ടാമത്തെ പി എ ഗ്രേറ്റർ ദാൻ പി ബി, മൂന്നാമത്തെ പി എ ലെസ് ദാൻ പി ബി. ഇതിൽ എയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാറ്റിക് ഫ്ലൂയിഡാണ്. പക്ഷെ ബിയിൽ ഈ ഓറിഫൈസിൽ കൂടെ ലിക്വിഡ് പുറത്തോട്ട് പോകുന്നത് കൊണ്ട് മുകളിൽ നിന്നുള്ള ലെവൽ ഈ ലിക്വിഡ് മൂവ് ചെയ്യുന്നുണ്ട്. ഈ ടാങ്കിനകത്തെ ലിക്വിഡ് താഴോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഡൈനാമിക് പ്രഷറാണ് പിയിൽ വരുന്നത്. മുമ്പേ ഒരു ചോദ്യത്തിൽ നമ്മൾ കണ്ടു, സ്റ്റാറ്റിക് പ്രഷർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഡൈനാമിക് പ്രഷർ. സോ പി എ ഇവിടുത്തെ ആൻസർ. അപ്പോൾ പി എ ഈസ് ഗ്രേറ്റർ ദാൻ പി ബി. ദാറ്റ് ഈസ് ദി ആൻസർ. അനദർ വൺ, എയും ബിയും 2 ഡിസ്കുകളാണ്. ബി എന്ന് പറഞ്ഞ ഒരു സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റ് ഡിസ്ക്കാണ്, കാർഡ്ബോർഡ് കൊണ്ടോ എല്ലാം ഉള്ള ഒരു ലൈറ്റ് ഡിസ്ക്. ബി ഒരു ഹെവി ഡിസ്കാന്നിരിക്കട്ടെ, വുഡോ മെറ്റലോ കൊണ്ടുള്ള ഹെവി ഡിസ്കാണ്. എ കെട്ടി തൂക്കിയിട്ടിരിക്കുക, ബി ഒരു ആക്സിലേലിങ്ങനെ പിവോട്ട് ചെയ്തിരിക്കുക. ഇത് എയെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു, ആരോ കാണിക്കുന്ന രീതിയിൽ എ റൊട്ടേറ്റ് ചെയ്യുന്നു എങ്കിൽ ഇവിടെ ചോയ്സ് ബി റിമെയിൻസ് അറ്റ് റെസ്റ്റ്. എ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ
ബിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതായി ചോയ്സായിട്ട് പറയുന്നത്. അതിൽ ഫസ്റ്റ് ചോയ്സ് ബി റിമെയിൻസ് അറ്റ് റെസ്റ്റ്. ബി ബിഗിൻസ് ടു റൊട്ടേറ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ. മൂന്നാമത്തെ സി ബി ബിഗിൻസ് ടു റൊട്ടേറ്റ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവിടെ വിസ്കോസിറ്റിയാണ് പ്രശ്നം. എയ്ക്കും ബിക്കും ഇടയ്ക്ക് ഒരു എയർ ഫിലിമുണ്ട്. ഈ എയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എയോട് കോണ്ടാക്റ്റിലുള്ള എയർ എയുടെ കൂടെ റൊട്ടേറ്റ് ചെയ്യും, ആ എയുടെ ഡയറക്ഷനിൽ. മുകളിലോട്ട് ബിയോട് അടുക്കും തോറും ഒരു വെലോസിറ്റി ഗ്രേഡിയൻറ്റ് വരും ബിക്കോസ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ ബിയിലെത്തുമ്പോൾ വെലോസിറ്റി അല്പം കുറവാണെങ്കിലും എയർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എയുടെ ഡയറക്ഷനിൽ തന്നെ. അപ്പോൾ ബിയുമായിട്ട് കോണ്ടാക്റ്റിലുള്ള എയർ എയുടെ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് എ ലെസ്സർ വെലോസിറ്റി. കാരണം വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഉണ്ട്, എയിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും വെലോസിറ്റി കുറഞ്ഞ് വരും. ചുരുക്കത്തിൽ ഇവിടുത്തെ ആൻസർ ബി ബിഗിൻസ് ടു റൊട്ടേറ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ. വെലോസിറ്റി വല്ലതും ചോദിച്ചിട്ടുണ്ട് വിത്ത് എ ലെസ്സർ വെലോസിറ്റി എന്ന് പറയാം. അനദർ വൺ. ഇവിടെ രണ്ട് ഒരു ഫിഗർ ആദ്യം കാണിച്ചിരിക്കുന്നു. ഒരു ടാങ്ക്, അതിൽ നിന്നൊരു ഹൊറിസോണ്ടൽ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ 3 വെർട്ടിക്കൽ പൈപ്പ്സ് കാണിച്ചിട്ടുണ്ട്, എ ബി സി. ഈ ഹൊറിസോണ്ടൽ പൈപ്പിൻ്റെ ഫ്രീ എൻഡ് ക്ലോസ് ചെയ്തിരിക്കുക, ക്ലോസ്ഡ് എൻഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. എങ്കിൽ ഡ്രോ എ ലൈൻ റെപ്രസെൻറ്റിംഗ് ദി ലിക്വിഡ് ലെവൽസ് ഇൻ ദി വെർട്ടിക്കൽ പൈപ്പ്സ് എ ബി സി. ഈ ഹൊറിസോണ്ടൽ പൈപ്പിൻ്റെ ഫ്രീ എൻഡ് ക്ലോസ് ചെയ്തിരിക്കുക ആയതുകൊണ്ട് അവിടെ ലിക്വിഡ് ഫ്ലോ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇത് സ്റ്റാറ്റിക് കേസാണ്. അപ്പോൾ സ്റ്റാറ്റിക് പ്രഷറാണ് ഇവിടെ വരേണ്ടത്. ഈ വെർട്ടിക്കൽ പൈപ്പിലെല്ലാം പ്രഷർ കാണിക്കുന്ന പ്രഷറിനനുസരിച്ച് ഉയർന്നു നിൽക്കും. നമുക്കറിയാം സ്റ്റാറ്റിക് പ്രഷർ ഒരേ ലെവലിൽ എല്ലായിടത്തും ഒരുപോലെ. അപ്പോൾ ഈ പൈപ്പിൻ്റെ എല്ലാ സെക്ഷനിലും ഒരേ പ്രഷർ തന്നെ വരണം. അപ്പോൾ ലെവൽ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി ടാങ്കിലെ ലെവൽ എത്രയാണോ ആ ലെവലിലേക്ക് എയിലെയും ബിയിലെയും സിയിലെയും ലിക്വിഡ്സ് ഉയർന്നു നിൽക്കും. അപ്പോൾ ആ ഡോട്ടഡ് ലൈനാണ് ഞാൻ വരച്ച് കാണിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് പൈപ്പിൻ്റെ ഫ്രീ എൻഡ് ഓപ്പൺ ചെയ്താൽ അതുവഴി ലിക്വിഡ് പുറത്തോട്ട് ഒഴുകും. ഇതിൽ ഈ പൈപ്പും ടാങ്കും കൂടെ ചേരുന്ന ഭാഗത്ത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉള്ളത് കൊണ്ട് ആ പ്രഷർ ഈ ലിക്വിഡിനെ വലത്തോട്ട് തള്ളുന്നുണ്ട്, ഡ്രൈവിംഗ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ലിക്വിഡ് ആക്സിലറേറ്റഡ് ആകും. അപ്പോൾ റൈറ്റിലോട്ട് പോകും, ഫ്രീ എൻഡിൽ ഓപ്പൺ എൻഡിലോട്ട് പോകും തോറും വെലോസിറ്റിയുടെ ഫ്ലോ വെലോസിറ്റി കൂടും. ബെർണോളിസ് തിയറം അനുസരിച്ച് വെലോസിറ്റി കൂടുമ്പം പ്രഷർ കുറയണം. അപ്പോൾ എ വെർട്ടിക്കൽ പൈപ്പ് എയുടെ സ്ഥാനത്തെ പ്രഷറിനേക്കാൾ കുറവായിരിക്കും ബിയുടെ ഭാഗത്ത്. കാരണം അവിടെ എത്തുമ്പം വെലോസിറ്റി കുറേ കൂടെ കൂടും. സിയുടെ ഭാഗത്ത് ചെല്ലുമ്പം വെലോസിറ്റി വീണ്ടും കൂടും. അപ്പോൾ വെലോസിറ്റി പൈപ്പിൻ്റെ ഓപ്പൺ എൻഡിലോട്ട് പോകും തോറും വെലോസിറ്റി കൂടി വരും. അതിനനുസരിച്ച് പ്രഷർ കുറഞ്ഞു വരും. അപ്പോൾ ലിക്വിഡ് ലെവല് ഈ കാണുന്നതിലൊരു കർവായിട്ട് താണ് വരും. ഇതാണ് അവിടുത്തെ കേസ്. താങ്ക് യു.